എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് എല്ലാവരും ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോഴേ തടിയാണ് എന്താ പറയുക. സംടൈംസ് ഞാനതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ബിക്കോസ് നല്ലോണം ഫുഡ് കഴിച്ചിട്ടാണല്ലോ തടിക്കുന്നത്. സംടൈംസ് ആ ടൈം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നല്ല ഇഷ്ടമുള്ള കളറായിരിക്കും, പക്ഷേ എനിക്കത് ചേരുണ്ടാവില്ല. ദാറ്റ് മീൻസ് എനിക്കത് ഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും, റിഗ്രറ്റ് അടിക്കും. വെറുതെ കഴിച്ച് തടിച്ച് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ബൈ ഞാൻ ഡയറ്റൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡയറ്റ് എടുക്കാം. ഏതായാലും ഫ്ലോപ്പാവും, ചിലപ്പോൾ ഫ്ലോപ്പാവും. ഞാൻ ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫുഡിയാണ്. അപ്പോൾ ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഴും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ കല്യാണത്തിന് മുന്നേ വരെ തടിച്ചില്ലായിരുന്നല്ലോ. ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് തടിച്ചത്. ഹോർമോണൽ ചേഞ്ച് ആയിരിക്കും അല്ലേ? ഓട്ടെ, നമുക്ക് കഴിക്കാൻ പറ്റുന്നിടത്തോളം കാലം കഴിക്കുക, അത്രേ ഉള്ളൂ. ഷുഗറൊക്കെ വന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തോ കേട്ടോ. അപ്പോൾ ഞാനൊരു സ്വീറ്റ് വാങ്ങിച്ചു. ആക്ച്വലി സ്വീറ്റ് വാങ്ങിച്ചല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും വെറുതെ ഒരു ബോക്സ്, നല്ല ഭംഗിയുള്ളൊരു ബോക്സ്, നല്ല നേവി ബ്ലൂ കളർ മിക്സ് ആയിട്ടൊരു ബോക്സൊക്കെ ഇരിക്കുകയാണ്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ സ്നാക്ക് ടാക്കിൻ്റെയാണ്. അട്രാക്റ്റീവ് ഹങ്കർ എന്നൊക്കെ എനിക്ക് എഴുതിയിട്ടുണ്ട്. ആൽമണ്ട് ആൻഡ് കാർഡമൺ ആണ് ഇതിൻ്റെ സ്വീറ്റായിട്ട് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ില്ലേ കാഷ്യൂനട്ട് വെച്ചിട്ട് ആൽമണ്ടൊക്കെ വെച്ചിട്ട് ഇത് ചിലയിടത്ത് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണോ തോന്നുന്നു. കണക്ക് ഉണ്ട്, നമുക്ക് ടേസ്റ്റ് വെക്കാം. നന്നായിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു ടേസ്റ്റ് അല്ല. ആൽമണ്ടിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്, ഒരു കാഷ്യൂവിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്, അരിയുണ്ടൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, നെയ്യിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ അരിയുണ്ട പോലെ അങ്ങനെ സോഫ്റ്റ് അല്ല. ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കറുമുറെന്നൊക്കെ വരില്ലേ, അങ്ങനെ വരുന്നുണ്ട്. ഇനി നന്നായിട്ടുണ്ട്. അപ്പോൾ ഡയറ്റൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ആദ്യം കുറേ ഫുഡൊക്കെ കഴിക്കുക. ഏതായാലും നിങ്ങൾ മെലിയാൻ പോകില്ലേ. അപ്പോൾ നമ്മൾ സ്വീറ്റൊക്കെ കഴിച്ചിട്ട് ഡയറ്റിക്ക് കിടക്കുക. എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഞാൻ ഇതിന് ഡയറ്റ് എടുക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ കൈവിട്ട് കളയരുത്, നിങ്ങൾ ഡയറ്റ് കൈവിട്ട് കളയരുത്. പിന്നെ തോന്നും, പിന്നെ അത് എപ്പോഴാണ് മാറ്റി തോന്നുകയെന്ന് പറയാം. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വെറുതെ ഡയറ്റ് എടുക്കുകയായിരുന്നു, എന്നാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ തോന്നും. എനിക്ക് ഏറ്റവും അസൂയുള്ള ടീംസാണ്. എത്ര കഴിച്ചാലും തടിക്കാത്ത കുറച്ച് ടീംസുണ്ട്. എനിക്ക് തോന്നുന്നു ആ രേണുസുദ്ധി അവരൊക്കെ അങ്ങനെ തോന്നണ്ട. അതിനെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ. എനിവേ നന്നായിട്ട് ഞാൻ അത് പറഞ്ഞേ കഴിക്കുള്ളൂ. എനിക്ക് സ്വീറ്റ്സിനോട് അത്ര താല്പര്യമില്ല. ചിക്കൻ, മന്തി, അതൊക്കെ